ചെലവിൽ ഒരു വീടിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഒരു മനോഹരമായ വീട് നിർമ്മിക്കാനായാൽ അത് ആ വീടിൻ്റെ ഓണറിനെ സംബന്ധിച്ചും ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചും വളരെ വലിയൊരു വിജയമാണ്. അത്തരത്തിൽ പണി കഴിപ്പിച്ച ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ മനോഹരമായ വീടിൻ്റെ കാഴ്ചകളാണ് പെർഫെക്റ്റ് ഹോംസിൻ്റെ ഈ അധ്യായത്തിൽ. ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിൽ മുരുക്കുംപുഴ എന്ന സ്ഥലത്ത് പ്രവാസിയായ അജയകുമാറിൻ്റെയും സീജയുടെയും ശ്രീരാഗം എന്ന വീട്. 20 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ വരുന്ന രീതിയിൽ, വൈറ്റിൽ ഗ്രേ സ്ട്രൈപ്സ് വരുന്ന രീതിയിലാണ് കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് 2 ടൈപ്പായിട്ട് ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പെഡസ്ട്രിയൻ എൻട്രിക്ക് ഒരു ചെറിയ ഗേറ്റും അതുപോലെ വെഹിക്കുലർ എൻട്രിക്ക് ഒരു സ്ലൈഡിംഗ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ മെറ്റൽ ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തെ ലാൻഡ്സ്കേപ്പ് കാഴ്ചകളിലേക്ക് പോകാം. ഈ വീട്ടിലെ ലാൻഡ്സ്കേപ്പ് വളരെ സിമ്പിളും എലഗൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മിനിമലിസ്റ്റിക് രീതിയിൽ ചെറിയ സ്ഥലത്ത് മാത്രം ലോണും അതുപോലെ കുറച്ച് പ്ലാന്റ്സും കൊടുത്തിട്ടാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാർഡ്സ്കേപ്പ് ഏരിയയിൽ ഇൻ്റർലോക്കും ഗ്രാസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് വരുന്നത്. വീടിൻ്റെ എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബോക്സ് ലൈക്ക് പ്രൊജക്ഷൻസ് ഒക്കെയാണ് ഈ വീടിൻ്റെ എസ്തെറ്റിക് എലിമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എലിവേഷനിൽ. ഇവിടുത്തെ സ്പേഷ്യസ് ആയ കാർ പോർച്ചും അതുപോലെ സിറ്റ് ഔട്ട് ഡിസൈനുമാണ് ഈ ഒരു എലിവേഷൻ്റെ മെയിൻ എസ്തെറ്റിക് എലിമെൻറ്റ്സ് എന്ന് തന്നെ പറയാം. ഈ 2 സ്പേസിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന സ്ലാബ് പ്രൊജക്ഷൻസ് ആണ് ഈ ഒരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷൻ്റെ മെയിൻ ഹൈലൈറ്റ്സ്. ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ നിന്ന് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ വീടിൻ്റെ എൻട്രൻസിൽ വരുന്ന സിറ്റ് ഔട്ട് സ്പേസിലാണ്. ഒരു ലീനിയർ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു എൻഡിലായിട്ട് മെയിൻ ഡോറും ബാക്കി സ്പേസ് സീറ്റിങ്ങിനുമായിട്ടാണ് ഈ ഒരു സ്പേസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്വിംഗ് സീറ്റിങ്ങും അതുപോലെ 2 ആം ചെയർസുമാണ് ഈ ഒരു സ്പേസിൽ കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിങ്ങിൽ ഒരു മാർബിൾ ടെക്സ്ചർ ഒരു പാറ്റേൺ വരുന്ന രീതിയിലെ ടൈൽസും അതുപോലെ ലൈറ്റിങ്ങിനും എലഗൻസ് ആയിട്ടും എസ്തെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ടും ഒരു സ്ട്രിപ്പ് ലൈറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറിന് യൂസ് ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡാണ്. കണ്ടംപററിയും അതുപോലെ ഒരു സിമ്പിൾ ഡിസൈൻ വരുന്ന രീതിയിൽ ലൈൻസും അതുപോലെ സ്ക്വയർ ഇൻസേർട്ട്സും വരുന്ന ഒരു പാറ്റേൺ വരുന്ന രീതിയിലാണ് ഈ ഒരു മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ആദ്യം എത്തുന്നത് ഈ ഒരു ലിവിങ് സ്പേസിലാണ്. വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ഫീൽ ഈ ഒരു സ്പേസിനുണ്ട്. സീറ്റിങ്ങിനായിട്ട് ഗ്രേ ഷെയ്ഡ്സും അതുപോലെ തന്നെ വുഡൻ ഡീറ്റെയിലും വരുന്ന രീതിയിൽ ഒരു എൽ ഷേപ്പ് സോഫയാണ് കൊടുത്തിട്ടുള്ളത്. കൂടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ വരുന്ന ഒരു കോഫി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ് യൂസ് ചെയ്തിരിക്കുന്നത് മാർബിൾ പാറ്റേൺസ് വരുന്ന വിട്രിഫൈഡ് ടൈൽസ് ആണ്. ഗ്ലോസി ഫിനിഷിലാണ് ഈ ഒരു ടൈൽസ് കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിലും കുറച്ച് ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ലെവൽസ് വരുന്ന രീതിയിൽ ഫോൾ സീലിംഗ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലൈറ്റിങ്ങിനായിട്ട് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ കോവ് ലൈറ്റും ഇവിടുത്തെ ഒരു എസ്തെറ്റിക് ആംബിയൻസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിന് കുറച്ചും കൂടി ഒരു ലക്ഷറി ഫീൽ കൊണ്ടുവരാനായിട്ട് നടുക്കൊരു വലിയൊരു ഗോൾഡൻ ആക്സൻസ് വരുന്ന രീതിയിൽ ഷാൻലിയറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ്
സ്പേസിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് ഡൈനിങ് സ്പേസ് ഉള്ളത്. അപ്പോൾ ഈ 2 സ്പേസിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത്. ഡെക്കോസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ പൂജ യൂണിറ്റും കോമ്പാക്റ്റ് ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത്. ലിവിങ് സ്പേസിലെ TV യൂണിറ്റാണിത്. ഇതും അലുമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴെ ഒരു സ്റ്റോറേജ് യൂണിറ്റും അതുപോലെ സൈഡിൽ ക്യൂരിയോസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഡെക്കോർ ഷെൽഫുമാണ് കൊടുത്തിട്ടുള്ളത്. പാനലിംഗ് ആയിട്ട് റെഡിമെയ്ഡ് ഫ്ലൂട്ടഡ് പാനൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് പാർട്ടിഷനിലേക്കും കണ്ടിന്യൂ ചെയ്തു വരുന്ന രീതിയിൽ ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയ പാറ്റേൺസ് CNC കട്ടിംഗ് യൂസ് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ശ്രീരാഗം എന്ന ഈ മനോഹരമായ വീടിൻ്റെ ഓണേഴ്സായ മിസ്സസ് CJയും ഫാമിലിയുമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. ഹായ്. വീട് വെക്കണം എന്നൊരു പ്ലാനായിട്ട് ഫസ്റ്റ് ബിൽഡറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്തായിരുന്നു ഒരു മെയിൻ ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? മെയിനായിട്ട് എനിക്ക് വേണ്ടതൊരു ഒറ്റ നില, ഒരു 3 BHK മാക്സിമം സിമ്പിളായിട്ടുള്ള ആ ഒരു ഇതിൽ വേണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെയിൻ. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, ആ ഒരു ഇതാണ് അതായിരുന്നു എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിൽഡറുമായിട്ട് ആ ഡിസൈനിങ് സ്റ്റേജിൽ എന്തെങ്കിലും ആസ്പെക്ട്സ് ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? തീർച്ചയായും. ഇത് ഇന്ത്യയിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളൊരു മെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി ഇൻറ്റീരിയർ എന്നുള്ളൊരു പേരിൽ ഒത്തിരി കുറേ സാധനങ്ങൾ ഇങ്ങനെ ഒത്തിരി അങ്ങ് റഷ് ആക്കുക എന്നുള്ളതല്ലാണ്ട് മാക്സിമം സിമ്പിളായിട്ടുള്ളത് എന്നാലൊരു ഇൻറ്റീരിയർ ആ ഒരു കാണാൻ കുറച്ച് എലിഗൻ്റ് ആയിട്ടുള്ള ആ ഒരു രീതി എനിക്ക് വേണമെന്നൊരു ഇതുണ്ടായിരുന്നു, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫുൾ കൺസ്ട്രക്ഷൻ ചെയ്ത് തീർന്നപ്പോൾ ഒരു എത്ര ടൈം ഡ്യൂറേഷനാണ് എടുത്തത്? ആക്ച്വലി ഇത് പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തതല്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു വീട് വേണം എന്നുള്ളൊരു ഇത് തോന്നിയും അങ്ങനെ പെട്ടെന്നായിരുന്നല്ല. ശരിക്കും പറഞ്ഞൊരു 6 months പ്ലാനിങ്ങും കൺസ്ട്രക്ഷനും എല്ലാം കഴിഞ്ഞു, ഹൗസ് വാമിങ് വരെ കഴിഞ്ഞ ഒരു ഇതായിരുന്നു. ഈ വീട് വളരെ സിമ്പിളായിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റ് വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തതിൽ താമസിച്ച് തുടങ്ങിയപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഫീൽ ചെയ്തത്? നമുക്ക് മെയിനായിട്ട് നമുക്ക് ക്ലീനിങ്ങും അങ്ങനെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റുമെന്നൊക്കെ നമ്മുടെ തന്നെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സിമ്പിളായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയുക, ഒത്തിരി കാര്യങ്ങളൊന്നും കൂടുതൽ റഷൊന്നും ആവാണ്ട് നമുക്ക് തന്നെ അത് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. വേറൊരാളുടെ ഒരു ഹെൽപ്പോ അങ്ങനെ ഒന്നും വേണ്ട വരുന്നില്ല. നമ്മുടെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം ഹസ്ബൻഡ് പുറത്താണ്, ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്കത് നമ്മുടെ രീതിക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് മെയിനായിട്ട്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തപ്പോഴും എന്തെങ്കിലും ഒരു ഐഡിയാസ് ഉണ്ടായിരുന്നോ? ബിൽഡറായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എക്സ്റ്റീരിയർ ഇത് ഇന്ത്യയിൽ പോലെ തന്നെ ഫുൾ എക്സ്റ്റീരിയറും എല്ലാം സിമ്പിളായിരിക്കണം. പിന്നെ നമുക്കൊത്തിരി ഫ്രണ്ടിലൊക്കെ 1-2 വണ്ടികളൊക്കെ വന്നാൽ കുറച്ച് പാർക്കിംഗ് ഏരിയ കൂടുതൽ വേണം എന്നുള്ളതുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് ഗാർഡൻ സ്പേസും എല്ലാം കുറച്ച് വേണം, ആ ഒരു രീതിയാണ് പറഞ്ഞിരുന്നത്. ഒറ്റ നിലയിൽ മതി വീട് എന്നുള്ളൊരു ആ ഒരു ഡിസിഷൻ എങ്ങനെയാണ് എടുത്തത്? അതിപ്പോൾ എല്ലാവരും 2 നില 3 നില ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് കാര്യം ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഫുൾ ടൈം ഗാഡ്ജറ്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ, പിന്നെ അവരുടെ ലോകത്താണ് അങ്ങനെ ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒറ്റ നിലയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഫാമിലി അതിനകത്ത് എപ്പോഴും ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. 2 നിലയൊക്കെ ആകുമ്പോഴേ കുട്ടികൾ അവരുടെ ലോകത്ത്, ഞങ്ങൾ താഴെയും അങ്ങനെയുള്ളൊരു രീതിയിലായിരിക്കും കാണുന്നത്. ആ ഒരു മെയിനായിട്ട് അതായിരുന്നു വേണ്ടത്. ആ ഒരു ഫാമിലി എപ്പോഴും ഒരു ഇൻട്രാക്ട് ചെയ്യുക, എപ്പോഴും നമ്മുടെ കൺമുന്നിലുണ്ടാവുക, നമ്മൾ വിളിച്ചാലും അവിടെ തന്നെ ഉണ്ടാവുക, എപ്പോഴും ആ ഒരു കോണ്ടാക്റ്റ് എന്നുള്ള ഒരു രീതിക്ക് വേണ്ടിയിട്ടായിരുന്നു ഒറ്റ നില എന്നുള്ളൊരു കൺസെപ്റ്റ്
ഞാൻ ഡിസൈഡ് ചെയ്തത്. ഈ ഫുൾ കൺസ്ട്രക്ഷൻ തീർന്നപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരു ബഡ്ജറ്റിൽ തന്നെ എല്ലാം ഒതുങ്ങി നിന്നായിരുന്നു? ഓൾമോസ്റ്റ് അങ്ങനെ പറയാം. എന്നാലും കുറച്ച് ഇൻറ്റീരിയർ വർക്കും എല്ലാം കയറി ഓരോന്നിങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് അതിനനുസരിച്ചുള്ളൊരു എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. വളരെ സിമ്പിളും എലഗൻ്റ് ആയിട്ടുള്ളൊരു വീട് തന്നെയാണ് ശ്രീരാഗം. ഞാൻ ബാക്കി റൂംസും കൂടെ ജസ്റ്റ് ഒന്ന് കാണട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസാണിത്. വളരെ സിമ്പിളായിട്ടാണ് ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളും അതുപോലെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ചെയർസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ചെയർസിൽ ഒരു ഡാർക്കർ വുഡൻ, ഒരു വാൾനട്ട് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ഡൈനിങ് ചെയർസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പുറത്തേക്ക് നോക്കിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയൊരു വിൻഡോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സീലിങ്ങും കോവ് വരുന്ന രീതിയിൽ 2 ലെവൽസിലാണ് ഫാൾ സീലിംഗ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലൈറ്റിങ്ങിനായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ട് നല്ലൊരു ഷാൻലിയർ പീസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു കോമ്പാക്റ്റ് ആയ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും റെഡിമെയ്ഡ് ഫ്ലൂട്ടഡ് പാനൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിന് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൗണ്ടറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് പർപ്പസിന് ഇവിടെ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും അലുമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ട് പെബിൾസും അതിനെ ലൈറ്റപ്പ് ചെയ്യാനായിട്ടൊരു സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്നും അഡ്ജസൻ്റ് ആയിട്ടുള്ള കിച്ചൺ സ്പേസിനോട് അടുത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ ഉള്ളൊരു കൗണ്ടർ സ്പേസാണിത്. കൂടെ തന്നെ 2 ഹൈ ചെയർസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും റെഡിമെയ്ഡ് ഫ്ലൂട്ടഡ് പാനൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഫുൾ വീടിൻ്റെ തീമുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ. ലൈറ്റിങ്ങിനായിട്ട് 2 യൂണീക്ക് ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും ഈ ഒരു സ്പേസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ സ്പേസ്. വളരെ മിനിമലും കോമ്പാക്റ്റ് ആയിട്ടാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് യൂണിറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഗ്രാനൈറ്റ് ആണ്. അതുപോലെ ബാക്ക് സ്പ്ലാഷിന് വൈറ്റ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ആക്സസറീസ് എല്ലാം വരുന്ന ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് ഇത്. മറ്റ് റൂംസിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ സ്പേസിലെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽസ് ഒരു ഡാർക്ക് സിമെൻറ്റ് കളർ വരുന്ന ഒരു ടൈൽസാണ് ഈ സ്പേസിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എൻട്രൻസ് വരുന്ന ഒരു ചെറിയൊരു ഫോയർ സ്പേസാണിത്. ഇത് മെയിൻലി യൂട്ടിലിറ്റി പർപ്പസസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫോൾഡബിൾ അയണിങ് ടേബിളും അതുപോലെ ഒരു ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റും എല്ലാം ഈ ഒരു സ്പേസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിലെ പാർട്ടീഷൻ്റെ ബാക്കിലായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സ്പേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ബിൽഡറും അതുപോലെ പ്രതിജ്ഞ ബിൽഡേഴ്സിൻ്റെ ഓണറുമായ മിസ്റ്റർ JP നായർ ഇപ്പം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ. ഈ സൈറ്റ് ആദ്യമായിട്ട് കിട്ടിയപ്പോൾ എന്തെങ്കിലും ചാലഞ്ചസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? 20 സെൻറ്റ് പ്ലോട്ടാണിത്. അപ്പോൾ 10 സെൻറ്റിനകത്താണ് ഈ വീട് നിർത്തിക്കുന്നത്. അതായിരുന്നു ഒരു വലിയ കാരണം. ഇതിന് സെൻട്രൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു ക്ലയൻറ്റിൻ്റെ ഇത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടെ 10 സെൻറ്റ് നിർത്തിയിട്ട് 10 സെൻറ്റ് മാറ്റിയിട്ടിരിക്കുകയാണ്. ഭാവിയിൽ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ കണക്കാക്കി 10 സെൻറ്റ് ഭൂമി മാറ്റിയിട്ടുണ്ട്. 10 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. അതാണ് പ്രധാനം. പിന്നെ റോഡ് ലെവലിൽ നിന്ന് താഴ്ന്ന ഭൂമിയായിരുന്നു. അത് ഇച്ചിരി എലിവേറ്റ് ചെയ്ത് എടുക്കേണ്ടി വന്നു. അതിന് കുറച്ച് എർത്ത് വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അല്ല മറ്റുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല.
വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണല്ലോ ഇവിടെ കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ മെഷേഴ്സ് ആയിരുന്നു എടുത്തത്? അതെ, ഇത് നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുക എന്നുള്ള ആദ്യം തൊട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അതിന് നമ്മുടെ ഹോളോ ബ്രിക്സ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയർ സൈഡൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നതെല്ലാം നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷനും ACP ഷീറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വിൻഡോസ് ആയാലും ഈ ഫ്രണ്ട് വാതിൽ മാത്രമാണ് ടീ കുഡിൽ ഉപയോഗിച്ചുള്ളത്. ബാക്കിയെല്ലാം ആഞ്ഞിലി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ജനൽ പാളികളെല്ലാം മഹാഗണിയിലാണ്. അതൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് ഫോക്കസ് ചെയ്തത് ഡിസൈനിങ് സ്റ്റേജിൽ? നമ്മുടെ പ്ലാൻ വരച്ചപ്പോൾ തന്നെയാണ് നമ്മുടെ ഈ ഇൻറ്റീരിയർ എങ്ങനെയായിരിക്കണം എന്നൊരു ചിന്താഗതി നമുക്ക് ആദ്യം തന്നെ ക്ലയൻറ്റിനുണ്ടായിരുന്നു, നമുക്കും ഉണ്ടായിരുന്നു. അത് നമ്മൾ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് നമ്മുടെ അതിനൊരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. എടുത്ത് നമ്മുടെ ആ ഒരു പ്ലാൻ, അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പ്ലാന് മുതൽ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും നമ്മുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കത് ഒരുപാട് ലാഭം അതിനകത്ത് ഉണ്ടായി. നമ്മുടെ ഇലക്ട്രിക് പോയിന്റ് കൊടുക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളിലും നമുക്കതിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് അതിൻ്റെ ഒരു ഗുഡ് ഇത് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്, പ്ലാനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബജറ്റും അതിനൊപ്പം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഒറ്റ നിലയാണല്ലോ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രൊവിഷൻസ് ഇവിടെ ചെയ്തിട്ടുണ്ടോ? അതെ, ഇത് നമ്മുടെ ഒരു 3 നില വരെ ചെയ്യാൻ കണക്കാക്കിയിട്ടാണ് ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേളിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അവർ താമസിക്കുകയാണ്, ക്ലയൻറ്റ് താമസിക്കുകയാണ്. മേളിൽ ഒരു റെൻ്റേ പർപ്പസിന് കണക്കാക്കിയിട്ട് 2 വീടായിട്ട് ചെയ്യാനുള്ള രീതിയിൽ ഇതിനകത്ത് ബീംസും കാര്യങ്ങളും ഇപ്പോഴും അതിൻ്റെ പ്ലാൻ നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. 2 വീടായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം താഴെ 2100 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അത് മേളിൽ വരുമ്പോഴേക്കും 1100 സ്ക്വയർ ഫീറ്റുള്ള 2 വീടായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അത് 3ാമത്തെ നില ചെയ്യുകയാണെങ്കിലും അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ലാൻഡ്സ്കേപ്പും നല്ല ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഡിസൈനിങ് സ്റ്റേജിൽ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് നോക്കിയത്? ഈ ലാൻഡ്സ്കേപ്പ് നമ്മുടെ ഇതിനേക്കാളും കുറച്ചുകൂടി ഗാർഡനിങ് സ്പേസ് ഒക്കെ ചെയ്യണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ക്ലയൻസിന് ഒരു 1-2 കാറ് വന്നാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് കുറച്ചാണ് ചെയ്തത്. പക്ഷേ ചെയ്തത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളി കൺസ്ട്രക്റ്റഡ് ഒരു വീട് തന്നെയാണ് ശ്രീരാഗം. ഇനി ഞാൻ ബാക്കി റൂംസും കൂടെ ജസ്റ്റ് ഒന്ന് കാണട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ. മാസ്റ്റർ ബെഡ്റൂം സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു സ്പേസിൻ്റെ ഇൻറ്റീരിയേഴ്സും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ് സ്പേസും അതിനോട് സൈഡ്സിലായിട്ട് 2 സൈഡ് ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷൻ വർക്ക് ചെയ്യുന്ന രീതിയിൽ ബെഡിൻ്റെ 2 സൈഡിലായിട്ട് സ്ലിറ്റ് വിൻഡോസും അതുപോലെ സൈഡിലായിട്ട് ഒരു വലിയ വിൻഡോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൽ കോവ് വരുന്ന രീതിയിൽ ഒരു ഫോൾ സീലിങ്ങും സ്പോട്ട് ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റുമാണ് ലൈറ്റിംഗ് പർപ്പസിനായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് പർപ്പസിനായിട്ട് ഒരു 4 ഷട്ടർ വാർഡ്രോബും ഒരു ഓപ്പൺ റാക്കും വരുന്ന രീതിയിൽ ഈ ഒരു യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അലുമിനിയം ഫാബ്രിക്കേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഈ ഒരു യൂണിറ്റിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ബെഡ് സ്പേസിനോട് ചേർന്നുള്ള ഒരു ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് സ്പേസ് ആണിത്. ഇവിടെ ഒരു മിനിമലായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൂടെ ഒരു മിററും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ നിന്നാണ് അറ്റാച്ച് ടോയ്ലറ്റിലേക്കുള്ള എൻട്രിയും വരുന്നത്. ഈ വീട്ടിലെ സെക്കൻഡ് ബെഡ്റൂം സ്പേസിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. ഇവിടെയും വളരെ സിമ്പിളായിട്ടാണ് ഇൻറ്റീരിയേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ് സ്പേസും അതിനോട് ചേർന്ന് സ്റ്റോറേജ് ഒക്കെ വരുന്ന രീതിയിൽ ഒരു സൈഡ് ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനും മറ്റ് ഏരിയാസിലെ പോലെ തന്നെ മാർബിൾ ടെക്സ്ചേഴ്സും പാറ്റേൺസും വരുന്ന രീതിയിൽ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്ന ഫോൾ സീലിങ്ങിനോട് സിമിലർ പാറ്റേൺ ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയ പാറ്റേൺസിൽ സ്ട്രിപ്പ് ലൈറ്റ്സും ലൈറ്റിങ്ങിനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്റ്റഡി ഏരിയ. ഒരു ഫോൾഡബിൾ ടേബിൾ വരുന്ന രീതിയിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിൽ ഒരു സ്റ്റഡി ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വലിയ വിൻഡോൻ്റെ സൈഡിലായിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലോണം നാച്ചുറൽ ലൈറ്റ് ഈ ഒരു ഏരിയയ്ക്ക് കിട്ടുന്നുണ്ട്. സ്റ്റോറേജിനായിട്ട് ഒരു 3 ഷട്ടർ വാർഡ്രോബും അതുപോലെ തന്നെ ഒരു ഓപ്പൺ റാക്കും ഈ ഒരു സ്പേസിൽ കൊടുത്തിട്ടുണ്ട്.
വീട്ടിലെ കിഡ്സ് റൂമിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. കിഡ്സ് റൂം ആയതുകൊണ്ട് തന്നെ സ്റ്റോറേജിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബും അതല്ലാതെയും ഒരുപാട് സ്റ്റോറേജ് യൂണിറ്റ്സ് ഈ ഒരു സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ ബാക്കിലായിട്ട് പോസ്റ്റേഴ്സും അങ്ങനെ ലൈറ്റ്സും അങ്ങനെ കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്പേസ് ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട്. മറ്റ് റൂംസിലെ പോലെ തന്നെ ഇവിടെയും ഫോൾ സീലിങ്ങിൽ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ലൈറ്റിങ്ങിന് പാറ്റേണിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഷട്ടർ വാർഡ്രോബും അതിനോട് ചേർന്ന് ഒരു സ്റ്റഡി സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ടേബിളിന് മുകളിലായിട്ട് ബുക്സ് എല്ലാം സ്റ്റോർ ചെയ്യാൻ ഓപ്പൺ റാക്സും ഈ ഒരു സ്പേസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീരാഗം എന്ന ഈ മനോഹരമായ വീടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീടിൻ്റെ ഡിസൈനുമായി വീണ്ടും കാണാം. നമസ്തേ.